ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ പരിയിലെടുക്കി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു അല്ലേ? ഇന്ന് നമുക്കതിൻ്റെ ഡയറിയും ചരിത്രഗത വിശേഷതയും നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കുക. ഖൈദി ശിബിർ में हरमन के यातनापूर्ण जीवन के बारे में वह अपनी डायरी लिखता है. वह डायरी लिखे. ജയിലിൽ ഹർമൻ്റെ യാതനാപൂർണമായ ജീവിതത്തെപ്പറ്റി അവൻ ഡയറി എഴുതുന്നു. ആ ഡയറി തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് നോക്കുക. ഡയറി എന്നെഴുതിയിട്ട് ആദ്യം ഡേറ്റും ഡേയും നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി പോയിന്റ് നോക്കിയേ. ആജ് മേരാ മൻ മാനസിക സംഘർഷസേ ഭരാ ഥാ. ഇന്ന് എൻ്റെ മനസ്സ് മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മെയും മാംസെ അലഗ് ഹോക്കർ ഖൈദി ശിബിർ മേം പഹൂഞ്ച. ഞാൻ അമ്മയിൽ നിന്ന് അലകായി വേറിട്ട് ജയിലിൽ പഹൂഞ്ചായി എത്തി. മുച്ചേ അകേല അറസഹായ മഹസൂസേ കർത്തഥ. എനിക്ക് അകേല എന്ന് വെച്ചാൽ ഒറ്റയ്ക്കും അസഹായ, സഹായത്തിന് ആരും ഇല്ലാത്ത അവസ്ഥയാണ് മഹസൂസെ തോന്നുക. എനിക്ക് ഒറ്റയ്ക്കും പിന്നെന്തോ അസഹായ, സഹായത്തിന് ആരുമില്ല എന്നൊരു തോന്നൽ ഉളവായി. മാം കെ സാത്തെ ഖുശിസെ ജീവൻ ബിതാത്തെ ഥേ. അമ്മയുടെ കൂടെ സന്തോഷത്തോടെയാണ് ജീവൻ ബിതാന ജീവിതം ചിലവഴിക്കുകയും ചെയ്തത്. അബ് മേരാ ജീവൻ ബഹുത് മുഷ്കിൽ ബന ഗയ. ഇപ്പോൾ എൻ്റെ ജീവിതം വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഹം ഖദർ മേ ഖഡേ ഹോത്തെ മാർച്ച് കർത്തെ. ഞങ്ങൾ ഖദർ എന്ന് വെച്ചാൽ നിരയായി നിന്ന് മാർച്ച് ചെയ്യണം. കോയി ഭോജൻ നഹി, ആഹാരം ഇല്ല. ടണ്ടഫി കോയി സുരക്ഷ നഹി, തണുപ്പിൽ യാതൊരു സുരക്ഷിതത്വം ഇല്ല. കേവൽ കാം, കേവലം ജോലി മാത്രം. കാം കർത്തെ മേരെ ഹാത്തോം സേ കൂൻ ബഹ്താ ഥാ. കൂൻ രക്തം, ബഹ്ന ഒഴുകുക. കാം എന്ന് വെച്ചാൽ ജോലി. ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് കൂൻ എന്ന് വെച്ചാൽ രക്തം ഒഴുകുകയും ചെയ്യുമായിരുന്നു. ഭൂക്ക് ലഗത്തെ സമയ മാം കെ ഖാന പക്കാനയ്ക്ക് യാദ് കർത്ത. യാദ് ഓർമ്മ, ഭൂക്ക് വിശപ്പ്. നോക്കിയ ഭൂക്ക് ലഗത്തെ സമയം, വിശപ്പ് തോന്നുന്ന സമയത്ത് അമ്മ ആഹാരം പാകം ചെയ്യുന്നത് യാദ് കർത്ത ഓർക്കുകയും ചെയ്യും. രാത് കോ ബിൽക്കുലെ പാനി ജൈസ സൂപ്പ് ദേത്താ ഥാ. രാത്രിയിൽ ബിൽക്കുൽ തികച്ചും പാനി ജലം പോലെ, വെള്ളം പോലെയുള്ള സൂപ്പാണ് നൽകുന്നത്. ഏക്ക് ഷെൽഫ് പറെ സോയ. ഒരു ഷെൽഫിലാണ് ഉറങ്ങുന്നത്. മേരാ ശരീരെ സൈക്കഡോം ലോകം കെ ബീച്ച് ദബാ ഹുവ. എൻ്റെ ശരീരം സൈക്കഡോം നൂറുകണക്കിന് ജനങ്ങളുടെ ബീച്ചിലെ മധ്യത്തിലെ ഇടയിലെ ദബിന അമരുന്നത് പോലെ തോന്നി. മുച്ചേ ഘർ കി ചോട്ടി ചോട്ടി ചീസോം യാദ് ആയി. മുച്ചേ എനിക്ക് വീട്ടിലെ ചെറിയ ചെറിയ ചീസേം വസ്തുക്കളെക്കുറിച്ചുള്ള യാദ് വന്നു, ഓർമ്മ വന്നു. മാം സ്വപ്നമേ ആകർ കഹത്തിക്ക്. അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ചിന്ത മത് കരോ ഹർമൻ, ഏക്ക് പരി ആകർ തുമേ ബച്ചായികി. ചിന്തിക്കേണ്ട ഹർമൻ, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും എന്ന്. ബച്ചാന രക്ഷിക്കുക, പരി മാലാഖ. മെയിം ഉസേ പരിക്ക് ലിയെ ഇന്തസാർ കർത്താഹും. ഇന്തസാർ പ്രതീക്ഷ. ഞാൻ ആ മാലാഖയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അതായത് മാലാഖ വരും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്നു, അല്ലെ കാത്തിരിക്കുന്നു. അതാണ് ഡയറി കേട്ടോ. നല്ലപോലെ വായിച്ച് പഠിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹർമൻ കെ ചരിത്ര പർ ടിപ്പണി ലിഖെ. നമുക്ക് പോയിന്റ് നോക്കിയേ. പരി ലഡ്കി കഹാനിക്ക് പ്രമുഖ പാത്ര ഹേ ഹർമൻ. പരി ലഡ്കി എന്ന കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് ഹർമൻ. വഹ് 11 സാൽ കാ ലഡ്ക ഹേ. അവൻ 11 എന്ന് വെച്ചാൽ 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. വഹ് ഹമേശ മാം കെ സാത്തെ ലിബട്ട് രഹ്താ ഹേ. അവൻ ഹമേശ എല്ലായ്പ്പോഴും അമ്മയുടെ കൂടെ ലിബട്ടിന പറ്റിച്ചേർന്നിരിക്കും. യുദ്ധ ശുരു ഹോത്തെ വക്ത് മാംസെ അലഗ് ഹോന പഡ്താ ഹേ. യുദ്ധ ശുരുഹോന ആരംഭിച്ച വക്ത് എന്ന് വെച്ച സമയം. യുദ്ധം ആരംഭിച്ച സമയത്തെ അമ്മയിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ടതായി വന്നു. ഖൈദി ശിബിർ മേ വഹ് ഭായിയോം കെ സാത്തെ ദുഃഖ് സേ രഹ്താ ഹേ. ജയിലിൽ അവൻ സഹോദരന്മാരുടെ കൂടെ ദുഃഖത്തോടെ താമസിച്ചു. ഖൈദി ശിബിർ മേ ഭോജൻ നഹീം ടണ്ടേ സേ സുരക്ഷ നഹീം കേവൽ കാമേ. ജയിലിൽ ആഹാരം ഉണ്ടായിരുന്നില്ല, തണുപ്പിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല, കേവലം ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയേ. സ്വപ്നമേ മാം ആക്കർ കഹത്തി. സ്വപ്നത്തിൽ അമ്മ വന്ന് പറഞ്ഞു. ഏക്ക് പരി ആകർ തുമേ ബച്ചായികി.
ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. ദൂസരെ ദിനെ ഫൂക്ക് ലഗത്തെ, അടുത്ത ദിവസം ഫൂക്ക് എന്ന് വെച്ചാൽ വിശപ്പ് തോന്നിയപ്പോൾ തബയേക്ക് പരി ആക്കറെ സേബ് ഫേങ്ക് ദേത്തി രഹി, സേബ് ആപ്പിൾ ഫേങ്കിന എറിയുക. അടുത്ത ദിവസം ഫൂക്കെ വിശപ്പ് തോന്നിയപ്പോൾ ഒരു മാലാഖ വന്ന് ആപ്പിൾ എറിഞ്ഞു നൽകി. യുദ്ധ സമാപ്ത് കർണയ്ക്ക് ബാദ് വഹ അമേരിക്ക ഗയ, യുദ്ധം അവസാനിച്ചതിന് ശേഷം ഹർമൻ അമേരിക്കയിലേക്ക് പോയി. വഹാംസെ പുരാനി പരി ലഡ്കിക്കോ പുനഃ മിൽത്താഹെ, അവിടെ വച്ച് പുരാനി പരി ലഡ്കി പഴയ ആ മാലാഖയായ പെൺകുട്ടിയെ പുനഃ വീണ്ടും കണ്ടു. അടുത്ത മാം കാ കഥൻ, കഥൻ എന്ന് വെച്ചാൽ വാക്ക് എന്നുള്ള അർത്ഥമാണ്. സച്ച് ഹോത്താഹെ, അമ്മയുടെ വാക്കുകൾ സത്യമായി തീർന്നു. കഹാനി മേം ഹർമൻ അനുഭവി ആത്മനിർഭരെ കൃതജ്ഞ നിഡർ मार्गदर्शी സംഘർഷശീലെ ആദി के रूप में पाठकों के मन में आता है. കഥയിലെ ഹർമൻ അനുഭവി, ആത്മനിർഭരെ, കൃതജ്ഞത, പിന്നെ നിഡർഭയില്ലായ്മ, മാർഗദർശി വഴികാട്ടി, സംഘർഷശീല അല്ലേ മുതലായ രൂപത്തിൽ പാഠകരായ വായനക്കാരുടെ മനസ്സിലേക്ക് വരികയും ചെയ്തു. ഇതാണ് ഹർമൻ്റെ ടിപ്പണി എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് റോമാക്ക ചരിത്ര ചിത്രം ലിഖെ, റോമയുടെ ചരിത്ര ചിത്രം എന്ന് വെച്ചാൽ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതുക. റോമയ്ക്ക് പകരം പരിയിലെടുക്കുന്ന ചോദിച്ചാലും ഇത് തന്നെ എഴുതുക കേട്ടോ. നോക്കിയേ, പരിയിലെടുക്കുക കഹാനിക്ക് പ്രമുഖ സ്ത്രീ പാത്രികെ റോമ. പരിയിലെടുക്കുക എന്ന കഹാനിയിലെ പ്രമുഖ സ്ത്രീ കഥാപാത്രമാണ് റോമ. കൈദി ശിവിർ മേ രഹിനെ വാല ഹർമൻ കോ റോസാന സേബ് ഫേങ്ക് ദേത്തി, ജയിലിൽ കഴിയുന്ന ഹർമനെ റോസാന ഡെയിലി ആപ്പിൾ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. വഹയേക്ക് ഗാവ് കെ കേത്തുമേ കാം കർണേ വാലി ഥി, അവളൊരു ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്യുന്നു. സംഘർഷ ജീവൻ മേം ഖാന കിലാനെ വാലി ലഡ്കിക്കോ ഹർമനെ പരി ലഡ്കി നാം രഖ, സംഘർഷമായ ജീവിതത്തിൽ ആഹാരത്തിന് വകയുണ്ടാക്കുന്ന, അതായത് ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് ഹർമൻ പരി ലഡ്കി എന്ന പേര് നൽകി. യുദ്ധ അന്ത് ഹോനയ്ക്ക് ബാദ് ഹർമൻ അമേരിക്ക മേ ജാത്താ ഹെ, യുദ്ധം അവസാനിച്ചതിന് ശേഷം ഹർമൻ അമേരിക്കയിലേക്ക് പോയി. ഹർമൻ ഏക്ക് ദാവത്ത് കെ വക്തെ പരി ലഡ്കി സെ പുനഃ മിൽത്തി ഹെ, ഹർമൻ ഒരു ദാവത്ത് എന്ന് വെച്ചാൽ സദ്യയുടെ സമയത്തെ പരി ലഡ്കിയെ പുനഃ വീണ്ടും കണ്ടുമുട്ടുന്നു. ഹർമൻ സേബ് ഫേങ്ക് ദേക്കർ പരി ലഡ്കി കോ പഹച്ചാൻതാ ഹെ, ഹർമൻ ആപ്പിൾ എറിഞ്ഞു നൽകിയ ആ പരി ലഡ്കിയെ, മാലാഖയായ പെൺകുട്ടിയെ പഹച്ചാൻതാ ഹെ തിരിച്ചറിയുന്നു. റോമ അപ്പനെ പരിവാർ സഹിതേ ജർമ്മനി കെ ഏക്ക് ചോട്ടെ ഗാവ് മേ കാം കർത്തി ഹെ, റോമ അവളുടെ പരിവാർ എന്ന് വെച്ചാൽ കുടുംബം സമേതം ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ കേത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അന്ന്. ഈ ഹർമനെ കണ്ട ആ ദിവസം സേബ് എറിഞ്ഞു കൊടുത്ത കഥ അറിയാമല്ലോ. അബ വഹ നേഴ്സ് കാ കാം കർത്തി ഹെ, ഇപ്പോൾ അവളെ നേഴ്സായി ജോലി ചെയ്യുന്നു. ഹരി ആങ്കോം വാലി ലഡ്കി ഫീതി, ഹരി എന്ന് വെച്ചാൽ പച്ച കളറുള്ള കണ്ണ് അല്ലേ, പച്ച കണ്ണുകളുള്ള ആ പെൺകുട്ടിയായിരുന്നു അവൾ. ഹർമൻ കാ അഗിരി ശബ്ദേ തുമേ മേരി പരി ലഡ്കി ഹോ, ഹർമൻ്റെ അവസാന വാക്കുകളായിരുന്നു നീ എൻ്റെ മാലാഖയായ പെൺകുട്ടി ആണ്. തബ് റോമ കെ ആങ്കോമേ ആൻസു ഭർത്തി ഹെ, അപ്പോൾ റോമയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ആറു വകയും മുസ്കുരാത്തി ഹെ, അവൾ പുഞ്ചിരിക്കുകയും ചെയ്തു. പൂർണ്ണ രൂപസെ ഇസ് കഹാനി മേ റോമ ദയാലു ഹോഷിയാർ മേഘനത്തി പാത്രക്കെ രൂപമേ ചലക്തി ഹെ, പൂർണ്ണമായ രൂപത്തിൽ ഈ കഥയിൽ റോമ ദയാലുവായിരുന്നു, ഹോഷിയാർ സാമർഥ്യമുള്ളവളും, മേഘനത്തി പാത്രെ അധ്വാനിക്കുന്ന കഥാപാത്രം എന്നീ രൂപത്തിൽ തിളങ്ങുകയും ചെയ്തു. ക്യാരക്ടർ സ്കെച്ചാണ്, അത് വെച്ച് റോമയുടെ ഡയറി ചോദിച്ചാലും ഇത് വെച്ച് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ പട്കഥയും കോൺവെർസേഷനും തരും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.